സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. ആദർശത്തിനാദം ശ്രവണപുടങ്ങളിൽ ആവേശം, അറിവിന്നലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC നേരിന്നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. KMIC നേരിന്നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. പോരുക പോരുക സോദരരെ, ഈ ജാലകമിൽ ചേരൂ, നേരിന്നാദം കേട്ടിടുവാൻ ഈ ജ്വാല ഇതിൽ ചേരൂ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഡീസലിന് 5 രൂപ കൂടി, രാജ്യത്ത് വ്യാപക പ്രതിഷേധം. കേരളത്തിൽ 1 രൂപ 14 പൈസ കുറയും. വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ നാളെ ഹർത്താൽ. മെട്രോ കൊച്ചിയുടെ മുഖച്ഛായ മാറ്റുമെന്ന് പ്രധാനമന്ത്രി. എമർജിംഗ് കേരള സ്വാഗതാർഹമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ദുബൈയിലെ ഫ്ളാറ്റുകളിൽ ഇലക്ട്രോണിക് അഗ്നിശമന സംവിധാനം. പ്രവാചകനിന്ന അറബ് ലോകത്ത് വീണ്ടും അമേരിക്കൻ വിരുദ്ധം ആളിക്കത്തിക്കുമെന്ന് ആശങ്ക. മടവൂർ CM സെന്ററിനു നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. സ്വർണവില 24,000 കടന്ന് സർവകാല റെക്കോർഡിൽ. വാർത്തകൾ വിശദമായി. ഡീസലിന് 5 രൂപ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതിനു പുറമെ വാറ്റ് നികുതിയുമുണ്ടാകും. സാധാരണക്കാരന് ഇരുട്ടടിയായ തീരുമാനം ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം പ്രതിവർഷം 6 ആക്കി നിജപ്പെടുത്തി. ഡീസൽ വില വർധനയ്ക്കെതിരെ മലബാറിൽ വ്യാപക പ്രതിഷേധം. പ്രകടനങ്ങളുമായി യുവജന സംഘടനകൾ ഇന്നലെ രാത്രി തന്നെ തെരുവിലിറങ്ങി. പെട്രോൾ പമ്പുകളിൽ അർദ്ധരാത്രി വരെ നല്ല തിരക്കായിരുന്നു. ഡീസൽ വില വർദ്ധിച്ച വാർത്തയറിഞ്ഞപ്പോൾ തന്നെ പമ്പുകളിൽ തിരക്ക് തുടങ്ങിയിരുന്നു. പുതിയ വില അർദ്ധരാത്രിയിൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നുകൂടി അറിഞ്ഞതോടെ പമ്പുകളിലേക്ക് ജനപ്രവാഹമായി. ഡീസലടിക്കാൻ എത്തിയവരെല്ലാം വിലവർധനയിൽ പ്രതിഷേധിച്ചു. ജനങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കും. വെച്ചാൽ ഉടൻ തന്നെ ട്രാൻസ്പോർട്ടുകാർ ചാർജ് കൂട്ടണമെന്ന് പറയും. എല്ലാ സാധനവും പൈസ കൊടുത്ത് വാങ്ങുന്ന സ്റ്റേറ്റാ. അപ്പം ട്രാൻസ്പോർട്ടിങ് ഇതിന് വളരെ ദോഷമാണ്. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സെക്ടേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വിലവർധനയിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തി. DYFI പ്രവർത്തകർ മാവൂർ റോഡ് ജംഗ്ഷൻ അരമണിക്കൂറോളം ഉപരോധിച്ചു. AYFI പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. എന്നാൽ ഡീസൽ വില വർധനയിലൂടെയുള്ള അധിക വരുമാനം സംസ്ഥാന സർക്കാർ വേണ്ടെന്നും വെക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതോടെ കേരളത്തിൽ ഡീസലിന് 1 രൂപ 14 പൈസ കുറയും. വിലവർധന കേന്ദ്ര സർക്കാർ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഡീസൽ വിലവർധനവിനെതിരെ സംസ്ഥാനമൊട്ടാകെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നാളെ കേരളത്തിൽ ഹർത്താൽ നടക്കും. മെട്രോ കൊച്ചിയുടെ മുഖച്ഛായ മാറ്റുമെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സഹകരണം പദ്ധതിക്കുണ്ടാകുമെന്ന് എമർജിംഗ് കേരള ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രി ഉറപ്പു നൽകി. At a cost of over rupees 5,100 crore. When this project is completed, it would transform the face of the commercial capital. കേന്ദ്രാനുമതി എന്ന കടമ്പയിൽ തട്ടി പലവട്ടം വീണുപോയ കൊച്ചി മെട്രോ ഒടുവിൽ പ്രധാനമന്ത്രി തന്നെ രാജ്യത്തിന് സമർപ്പിക്കുന്നു. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെയും ധനവകുപ്പിന്റെയും അംഗീകാരം നേടിയെടുക്കാൻ വർഷങ്ങളെടുത്തെങ്കിലും 10 മാസം കൊണ്ട് പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അനുമതി നേടിയെടുത്ത മികവിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ സഹകരണം പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. 2005 DMRC പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പദ്ധതി ചിലവ് 2000 കോടിയിൽ താഴെ. 30 ലക്ഷത്തിൽ താഴെ ജനസാന്ദ്രതയുള്ള കൊച്ചിയിൽ മെട്രോ വേണ്ടെന്ന നിലപാടിൽ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ഉറച്ചുനിന്നു.
പൊതുസ്വകാര്യ പങ്കാളിത്തമടക്കം പല അഭിപ്രായ വ്യത്യാസങ്ങളും മൂലം കേന്ദ്രത്തിൽ നിന്ന് പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ പിന്നെയും 8 വർഷമെടുത്തു. ഇപ്പോൾ പദ്ധതി ചെലവ് 5182 കോടി. 2006 മെട്രോയുടെ നിർമ്മാണ ചുമതല DMRCക്കു നൽകാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും ധാരണാപത്രം ഒപ്പിടേണ്ടതുണ്ട്. സാമ്പത്തികമായും സാങ്കേതികമായും കേന്ദ്രത്തിന്റെ തുല്യ പങ്കാളിത്തത്തോടെയാണ് ഒടുവിൽ കൊച്ചി മെട്രോ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. സംസ്ഥാനത്ത് വൻ നിക്ഷേപ സാധ്യതകൾ തുറക്കുന്ന എമർജിംഗ് കേരള പദ്ധതി സ്വാഗതാർഹമാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. സംസ്ഥാനത്ത് വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ നിർധനരായ സാധാരണക്കാർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് മുൻഗണന ലഭിക്കണം. എന്നാൽ വ്യവസായികളെ ആകർഷിക്കുന്നതിന് ക്യാബറെ, നിശ ക്യാമ്പ് പോലുള്ള സാംസ്കാരിക വൈകൃതങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് മാത്രമല്ല ഇത് പൈശാചികതയിലേക്ക് നയിക്കുന്നതാണെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. പദ്ധതി സംബന്ധിച്ച് ഉയർന്നുവന്ന ആശങ്കകൾ സർക്കാർ ദൂരീകരിക്കേണ്ടതുണ്ട്. രാജ്യത്ത് വികസനം കൊണ്ടുവരുന്നതിനും പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പ്രവാസികൾ ഉൾപ്പെടെയുള്ള വ്യവസായികളുടെയും സമ്പന്നരുടെയും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ ഇത്തരം സംരംഭങ്ങളിലൂടെ കൃഷിയും ചെറുകിട വ്യവസായങ്ങളും വളർന്നുവരണം. ഇപ്രകാരം തൊഴിലവസരങ്ങൾ നൽകുന്ന വ്യവസായങ്ങൾ സൃഷ്ടിക്കാനായാൽ രാജ്യത്ത് പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകാൻ കഴിയുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ സ്കൂൾ ബസ് തട്ടി വിദ്യാർത്ഥിനി മരിച്ചു. ഇതേ തുടർന്ന് പ്രകോപിതരായ വിദ്യാർത്ഥികൾ സ്കൂളിലെ 12 ബസ്സുകൾ എറിഞ്ഞു തകർത്തു. കല്ലിങ്ങൽ പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സുകാരി തസ്നീഫയാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. സ്കൂളിലേക്ക് കൂട്ടുകാർക്കൊപ്പം നടന്നുവരികയായിരുന്ന തസ്നീഫയെ സ്കൂൾ കവാടം കടിഞ്ഞെത്തിയ ബസ് ഇടിച്ചിടുകയായിരുന്നു. മതിലിനും ഗേറ്റിനുമിടയിൽപ്പെട്ട തസ്നീഫ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഇതിൽ പ്രകോപിതരായ കുട്ടികൾ സ്കൂളിലെ 12 ബസ്സുകൾ അടിച്ചു തകർത്തു. ഒരു ബസ് കത്തിക്കാനുള്ള കുട്ടികളുടെ ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞു. സ്കൂളിലെ കമ്പ്യൂട്ടറും ഫർണിച്ചറും തല്ലി തകർത്തു. വിഷയത്തിൽ നാട്ടുകാർ കൂടി ഇടപെട്ടതോടെ 3 മണിക്കൂറോളം സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. വർഷങ്ങളായി സ്കൂളിലേക്ക് പ്രവേശിക്കാനുള്ള ഇടുങ്ങിയ കവാടം വലുതാക്കണമെന്ന് രക്ഷാകർത്താക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഇത് സ്കൂൾ അധികൃതർ ചെവിക്കൊള്ളാത്തതാണ് ദുരന്തത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. തുടർന്ന് വളാഞ്ചേരി CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. കുറവത്താണി സ്വദേശി മുഹമ്മദ് ബഷീറിന്റെ മകളാണ് തസ്രീഫ. ചേർത്തലയിൽ വൻ വ്യാജ CD വേട്ട. പുതിയ ചിത്രങ്ങളുടേതുൾപ്പെടെ 4500ഓളം CDകളാണ് ചേർത്തല നഗരഹൃദയത്തിൽ പ്രവർത്തിച്ചിരുന്ന വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് ആന്റി പൈറസി സെല്ലിന്റെ തിരുവനന്തപുരം യൂണിറ്റാണ് റെയ്ഡ് സംഘടിപ്പിച്ചത്. ചേർത്തല ദേവീക്ഷേത്രത്തിനു പടിഞ്ഞാറുവശം പ്രവർത്തിക്കുന്ന CD വിൽപ്പന കേന്ദ്രത്തിൽ വ്യാജ CDകൾ വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലെയും ഏറ്റവും പുതിയ സിനിമകളുടേതുൾപ്പെടെ 4500ഓളം വ്യാജ CDകൾ ഇവിടെ നിന്നും പിടിച്ചെടുത്തു. ഒട്ടേറെ അശ്ലീല ചിത്രങ്ങളുടെ CDകളും കടയിൽ സൂക്ഷിച്ചിരുന്നു. CD കടയിലും സമീപത്ത് പ്രവർത്തിച്ചിരുന്ന ചെരുപ്പുകടയിലുമായിട്ടായിരുന്നു CDകൾ സൂക്ഷിച്ചിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കടയുടമ അനസിനെ കസ്റ്റഡിയിലെടുത്തു. ഗോഡൌണിലേക്ക് സാധനങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ വിവരം കിട്ടിയ അനുസരിച്ചാണ് വന്നത്. മറ്റൊരു കടയും കൂടെ, ചെരുപ്പ് കടയും കൂടെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ചേർത്തല SI കൊണ്ട് അത് കേസെടുപ്പിച്ചിട്ടുണ്ട്. ഇയാളെ ചേർത്തല പോലീസിന് കൈമാറി കടയുടമയെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ വ്യാജ CDകളുടെ ഉറവിടത്തെപ്പറ്റി വ്യക്തമായ വിവരം ലഭിക്കൂ എന്ന് പോലീസ് പറഞ്ഞു. ആന്റി പൈറസി സെൽ SP രാജ്പാൽ മീണയുടെ നിർദ്ദേശപ്രകാരം DYSP റഫീഖ്, സബ് ഇൻസ്പെക്ടർ ഷിബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മതവിശ്വാസം വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രവാചകരെ നിന്ദിക്കുന്ന സിനിമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. ഇന്നലെ പ്രതിഷേധത്തിൽ യമനിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും ആക്രമണമുണ്ടായതായി റിപ്പോർട്ട് ചെയ്തു. സനയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ എംബസിയിലേക്ക് അമേരിക്കൻ വിരുദ്ധ പ്രകടനക്കാർ ഇരച്ചുകയറി. എംബസി വളപ്പിലെ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു. വെടിവെപ്പിൽ ജീവഹാനി സംഭവിച്ചതായി റിപ്പോർട്ടില്ല. കഴിഞ്ഞ ദിവസം ലിബിയയിലെ അമേരിക്കൻ എംബസി ആക്രമണത്തിൽ US സ്ഥാനപതി കൊല്ലപ്പെട്ടിരുന്നു. വിവാദ സിനിമയ്ക്കെതിരെ ഈജിപ്തിലും അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. അതിനിടെ ബെർലിനിലെ US കോൺസുലേറ്റ് ജീവനക്കാരെ ഒഴിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്. US എംബസികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷ കണക്കിലെടുത്താണ് നടപടി.
പ്രവാചകരെ നിന്ദിക്കുന്ന അമേരിക്കൻ സിനിമയ്ക്കെതിരായ പ്രതിഷേധം അറബ് ലോകത്ത് വീണ്ടും അമേരിക്കൻ വിരോധം ആളിക്കത്തിക്കുമെന്ന ആശങ്ക. അരനൂറ്റാണ്ടിലേറെ കാലം മധ്യപൂർവ്വദേശത്ത് നടത്തിയ ഇടപെടലുകളുടെ പ്രത്യാഘാതമാണ് മുസ്ലിം ലോകത്ത് അമേരിക്കയ്ക്കുള്ള മോശം പ്രതിച്ഛായ. അതിന് ആക്കം കൂട്ടുന്നതായി സിനിമയുടെ പ്രമേയം. ഇസ്ലാമുമായി അമേരിക്ക യുദ്ധത്തിനില്ല, ഇസ്ലാം അമേരിക്കയുടെ ഭാഗമാണ്. പ്രശസ്തമായ കെയ്റോ പ്രസംഗത്തിൽ പ്രസിഡന്റ് ഒബാമയുടെ വാക്കുകൾ. സെപ്റ്റംബർ 11 11ാം വാർഷിക ദിനത്തിലും അദ്ദേഹം ഇതേ വാക്കുകൾ ആവർത്തിച്ചു. 8 വർഷത്തെ ബുഷ് ഭരണകാലത്താണ് അറബ് ലോകവുമായുള്ള ബന്ധം ഏറ്റവും വഷളായത്. ഫലസ്തീനിലെയും ഇറാഖിലെയും നിരപരാധികളുടെ കണ്ണീരിലും രക്തത്തിലും അമേരിക്കയുടെ മുഖം പ്രതിബിംബിച്ചു. സംശയത്തിന്റെയും കലഹത്തിന്റെയും കാലം എന്നേക്കുമായി വിസ്മരിക്കപ്പെടണമെന്നും മുസ്ലിം ലോകവുമായി പുതിയൊരു തുടക്കം വേണമെന്നുമായിരുന്നു ഒബാമയുടെ ആഗ്രഹം. എന്നാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴുണ്ടായ ചലച്ചിത്ര വിവാദം ഒബാമക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. അറബ് ലോകം ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചതോടെ സിനിമയുടെ പ്രമേയത്തെ വൈറ്റ് ഹൌസ് അപലപിച്ചു. അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒബാമയുടെ എതിരാളി മിറ്റ് റോംനി ഈ നിലപാടിനെ തന്ത്രപരമായി പ്രയോജനപ്പെടുത്തി. അമേരിക്കക്കാരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പ്രസിഡന്റിന്റേതെന്ന വാദവുമായി റോംനി രംഗത്തെത്തിയതോടെ ഒബാമ ക്യാമ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഏതായാലും രാജ്യത്തിനകത്തുള്ള 70 ലക്ഷം മുസ്ലിങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടതിനാൽ വർദ്ധിക്കുന്ന പ്രതിഷേധങ്ങളോട് കരുതലോടെയേ വൈറ്റ് ഹൌസ് പ്രതികരിക്കൂ എന്നാണ് സൂചന. മടവൂർ CM സെന്ററിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. ഓഫീസ് കെട്ടിടത്തിലെ ചില്ലുകളും ഫർണിച്ചറുകളും അടിച്ചു തകർത്തു. ഇന്നലെ രാത്രി 7 മണിയോടെ ഒരു സംഘം ആളുകളെത്തി മാലിന്യം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കുന്നുവെന്നാരോപിച്ച് സ്ഥാപനത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യം ശേഖരിച്ചെത്തിയ സംഘം ഓഫീസുകളിലും മറ്റ് കെട്ടിടങ്ങളിലും ഒഴുക്കി. CM സെന്റർ കെട്ടിടത്തിന് പിന്നിലെ വെള്ളം പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഒഴിച്ചുകളഞ്ഞിരുന്നു. ഇത് സെപ്റ്റിക് ടാങ്ക് മാലിന്യമെന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്ന് കരുതുന്നു. പ്രതിഷേധവുമായി എത്തിയവരെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇതിന് തയ്യാറാകാതെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് CM സെന്റർ ഭാരവാഹികൾ അറിയിച്ചു. ലിബിയയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ നടന്ന ആക്രമണത്തെ പ്രസിഡന്റ് ബറാക് ഒബാമ അപലപിച്ചു. ആക്രമണത്തിൽ സ്ഥാനപതി ക്രിസ്റ്റഫർ സ്റ്റീവൻസ് അടക്കം 4 പേരാണ് കൊല്ലപ്പെട്ടത്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ലിബിയൻ പ്രധാനമന്ത്രി അബ്ദുറഹീം അൽ-കെയ്ബ് പറഞ്ഞു. ലിബിയൻ സമയം രാത്രി 12 മണിയോടെയായിരുന്നു ഒരു കൂട്ടം പ്രതിഷേധക്കാർ ആയുധങ്ങളുമേന്തി അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് എത്തിയത്. കെട്ടിടത്തിന് തീവച്ച സംഘം 3 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച സ്റ്റീവൻസിന്റെ കാർ പ്രതിഷേധക്കാർ ഗ്രാനേഡ് ഉപയോഗിച്ച് തകർത്തു. ശ്വാസം മുട്ടിയാണ് മരണമെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് അൽ ഖായിദയുടെ കൊടിയാണെന്ന് അമേരിക്കൻ എംബസി വൃത്തങ്ങൾ പറഞ്ഞു. 2001 ഭീകരാക്രമണത്തിന്റെ 11ാം വാർഷികത്തിന്റെ അന്നാണ് ആക്രമണമെന്നതും യാദൃശ്ചികം. പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശം നിലയിൽ ചിത്രീകരിക്കുന്ന ഇന്നസെൻസ് ഓഫ് ഇസ്ലാം എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇസ്ലാം മതവിശ്വാസികൾ ഏറെയുള്ള സ്ഥലമാണ് ബംഗാസി. ആക്രമണത്തെ ശക്തമായ വാക്കുകളിൽ അപലപിച്ച ഒബാമ കുറ്റക്കാർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും നൽകില്ലെന്നും അറിയിച്ചു. ബോഡോ കലാപകാരികളുടെ ആക്രമണത്തിനിരയായ ആസാം സ്വദേശികൾക്ക് വിതരണം ചെയ്യാനായി മുസ്ലിം ലീഗും യൂത്ത് ലീഗും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ച വസ്ത്രങ്ങളിൽ ഒരു ഭാഗം മാനന്തവാടിയിലെ ഗോഡൌണിൽ കണ്ടെത്തിയത് വിവാദമായി. ഒരു കൂട്ടം ആളുകൾ ഇവിടെയെത്തി ബഹളം വെച്ചതോടെ പോലീസ് ഗോഡൌൺ പൂട്ടി. വിറ്റഴിക്കലിനായാണ് മാനന്തവാടിയിൽ വസ്ത്രങ്ങൾ എത്തിച്ചതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. ഇതേസമയം ശേഖരിച്ച പഴകിയ വസ്ത്രങ്ങൾ ആസാമിലേക്ക് അയച്ചിരുന്നില്ലത്രേ. ഇത് കർണാടകയിലേക്ക് കൊണ്ടുപോകാൻ നൽകി. ഇതിൽ ചില കെട്ടുകൾ മാനന്തവാടിയിൽ കഴിഞ്ഞ ദിവസം ഇറക്കുകയായിരുന്നു. കെട്ടിട ഉടമ എത്തിയതിനുശേഷം വസ്ത്രക്കെട്ടുകൾ പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പഴയ വസ്ത്രങ്ങൾ ആവശ്യമില്ലെന്ന് ആസാമിലെ ദുരിതബാധിതർ അറിയിച്ചതിനെ തുടർന്ന് നിർധനർക്ക് നൽകാനായി കർണാടകയിലേക്ക് വസ്ത്രക്കെട്ടുകൾ നൽകിയതായി മുസ്ലിം ലീഗ് വൃത്തങ്ങൾ പറഞ്ഞു. ലേലമോ വിൽപ്പനയോ നടന്നിട്ടില്ലെന്നാണ് അവരുടെ വിശദീകരണം. ഇതേസമയം കെട്ടുകൾ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം തുടങ്ങി. നിരവധി വിദ്യാർത്ഥിനികളെ ലൈംഗിക പീഡനം നടത്തിയ പ്രധാനാധ്യാപകനെ അറസ്റ്റ് ചെയ്തു. കുറ്റൂർ പാക്കടപ്പുറായ SU LP സ്കൂൾ പ്രധാനാധ്യാപകൻ കുന്നമംഗലം സ്വദേശി ശശിധരനാണ് അറസ്റ്റിലായത്. നാട്ടുകാർ ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചതോടെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ സ്കൂളിൽ പരിശോധന നടത്തിയതിനെ തുടർന്നാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിനികളെ വർഷങ്ങളായി നിരവധി തവണ ഇയാൾ ലൈംഗിക ചൂഷണം നടത്തിയതായി നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. വീണ്ടും പീഡനം തുടർന്നതാണ് നാട്ടുകാർ പരാതിപ്പെടാനിടയാക്കിയത്. ഇന്നലെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ സ്കൂളിലെത്തി വിദ്യാർത്ഥികളിൽ നിന്ന് തെളിവെടുക്കുകയും സ്കൂളിൽ ഇല്ലാതിരുന്ന ശശിധരനെ വിളിച്ചു വരുത്തുകയുമായിരുന്നു. സംഭവം അറിഞ്ഞ് തടിച്ചുകൂടിയ നാട്ടുകാർ പ്രധാനാധ്യാപകൻ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോവണമെന്ന് ശാഠ്യം പിടിച്ചു. ഇതേ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിൽ വിവരമറിയിക്കുകയും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. വൈകുന്നേരത്തോടെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നൂറെ എൻ മഹ്മൂദ് മധു ചൊരിയും പൂന്താനമേ, ഏറെ കൊതിഷ്കാലെ ഇവൻ പാടും നശീദിയേ. നൂറെ എൻ മഹ്മൂദ് മധു ചൊരിയും പൂന്താനമേ, ഏറെ കൊതിഷ്കാലെ ഇവൻ പാടും നശീദിയേ. കനവിൽ വരാമോ മഹബൂബി, നിലവിൽ ഒരാശയേറെ, മനമിൽ തരാമോ മഴശൂക്കി, മറയാത്ത ദീപമേറെ. പലവുരുവായി പടിവാതിൽ പതിതൻ തൻ പാദം പൂണ്ടേ. നൂറെ എൻ മഹ്മൂദ് മധു ചൊരിയും പൂന്താനമേ, ഏറെ കൊതിഷ്കാലെ ഇവൻ പാടും നശീദി. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. ദുബൈയിലെ ഫ്ളാറ്റുകളിൽ ഇലക്ട്രോണിക് അഗ്നിശമന സംവിധാനം സജ്ജീകരിച്ചതായി ഫയർഫോഴ്സ് അറിയിച്ചു. കെട്ടിടങ്ങളിലെ ഷോർട്ട് സർക്യൂട്ട്, വാതകച്ചോർച്ച അടക്കമുള്ളവ മുൻകൂട്ടി അറിഞ്ഞ് അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് പുതിയ സംവിധാനം. ഇക്കൊല്ലം ജൂലൈ മുതലാണ് വില്ലകളിൽ ഒഴിച്ചുള്ള എല്ലാ കെട്ടിടങ്ങളിലും സ്മാർട്ട് കാർഡ് സംവിധാനം നിലവിൽ വരുത്തിയത്. ദുബൈയിൽ ഇനി മുതൽ നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും അഗ്നിശമന സേനയുടെ പുതിയ സംവിധാനങ്ങൾ നിർബന്ധമായിരിക്കും. ഇവ ഘടിപ്പിക്കുന്നതിനായി അംഗീകൃത കമ്പനികളുമായി കെട്ടിടയുടമകൾ കരാറിൽ ഒപ്പുവെക്കണം. സ്മാർട്ട് കാർഡിലൂടെ അപകടത്തിന്റെ സൂചനകൾ സെൻട്രൽ ഓപ്പറേഷൻ കാര്യാലയങ്ങൾക്ക് കൈമാറും. വിവരം ലഭിച്ചയുടനെ സമയനഷ്ടമില്ലാതെ സേനയ്ക്ക് സംഭവസ്ഥലത്തെത്താൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ കെട്ടിടത്തിൽ നിന്ന് തന്നെ തീ അണയ്ക്കാൻ കഴിയുന്ന തരത്തിലാണ് കാർഡുകളുടെ ക്രമീകരണം. ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അപകടമുണ്ടായാലും ഉപഗ്രഹങ്ങൾ വഴി സിവിൽ ഡിഫൻസിന് സംഭവസ്ഥലത്തെത്താൻ സാധിക്കും. കെട്ടിടങ്ങളുടെ ഗ്യാസ് ടാങ്ക്, ജലസംഭരണി, ലിഫ്റ്റ്, സെക്യൂരിറ്റി ഓഫീസ് എന്നിവയുമായാണ് സ്മാർട്ട് കാർഡ് ബന്ധിപ്പിച്ചിരിക്കുക. രാജ്യത്തെ എല്ലാ കെട്ടിടങ്ങളിലും സുരക്ഷാ സംവിധാനം നിർബന്ധമാക്കാനാണ് നീക്കം. മിക്ക അപകടങ്ങളും അസമയത്തും ജീവനക്കാരുടെ ജോലി സമയം കഴിഞ്ഞ ശേഷവുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനാലാണ് ഇത്തരം സ്മാർട്ട് കാർഡുകൾ ഘടിപ്പിക്കാൻ അഗ്നിശമന സേന തീരുമാനിച്ചത്. ഈ സംവിധാനം അവഗണിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമകൾക്ക് 1,00,000 ദിർഹം വരെ പിഴ ചുമത്തും. പന്നിമാംസവും പന്നിനെയ്യും വിൽപ്പന നടത്തിവന്ന കടകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം അധികൃതർ പൂട്ടി സീൽ വെച്ചു. കുവൈത്തിലാണ് സംഭവം. പന്നിമാംസവും അനുബന്ധ ഉൽപ്പന്നങ്ങളും വിൽക്കപ്പെടുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം 3 കടകളിൽ കുവൈത്ത് മന്ത്രാലയത്തിലെ പരിശോധക സംഘം റെയ്ഡ് നടത്തിയത്. കോടതിയിലേക്ക് മാറ്റിയ കേസിൽ അന്തിമവിധി വരുന്നതുവരെ അടച്ചുപൂട്ടിയ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവാദമുണ്ടായിരിക്കില്ലെന്ന് ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ അധികൃതർ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിനും ജനങ്ങളുടെ ജീവനും ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ കച്ചവടക്കാർ നിയമം ലംഘിക്കുന്നത് ഒരു നിലയ്ക്കും അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ചെരിപ്പിനടിയിൽ ദൈവനാമം കണ്ടെത്തിയതിനെ തുടർന്ന് ഇത് വിൽപ്പന നടത്തിയ സ്ഥാപനത്തിലെത്തി അധികൃതർ മുന്നറിയിപ്പ് നൽകി. റാസൽ ഖൈമയിലെ ഒരു ഷോപ്പിംഗ് മാളിലാണ് അടിയിൽ അറബിയിൽ അള്ളാഹു എന്നെഴുതിയ സ്ത്രീകൾക്കുള്ള പാദരക്ഷകൾ വിൽപ്പനയ്ക്കെത്തിയത്. ഇവ വാങ്ങിയ ചില വ്യക്തികൾ സാമ്പത്തിക മന്ത്രാലയത്തിൽ പരാതി നൽകുകയായിരുന്നു. ഉടൻ സ്ഥാപനത്തിലെത്തിയ അധികൃതർ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും വിൽപ്പന നടത്തരുതെന്ന് ഉടമക്ക് താക്കീത് നൽകി. ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള 21 ചെരുപ്പുകൾ പിടിച്ചെടുത്തു. ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്ന പക്ഷം നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സംഘടനാ വാർത്തകൾ. മുക്കം നോർത്ത് കാരശ്ശേരി അൽ ഇഹ്സാൻ ഇസ്ലാമിക് ട്രസ്റ്റിന്റെയും യൂണിറ്റ് SYS SSF കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ CM വലുല്ലാഹി ആണ്ട് നേർച്ചയും സ്വലാത്ത് മജ്ലിസും ഇന്ന് നടക്കും. രാത്രി 8 മണിക്ക് നോർത്ത് കാരശ്ശേരി മസ്ജിദിൽ നടക്കുന്ന പരിപാടിക്ക് CM അബൂബക്കർ സഖാഫി മടവൂർ
ഡോക്ടർ ഹനീഫ സനി അൽ ഖാദിരി, KC അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകും. സ്വാന്തനം പദ്ധതിയിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൃശൂർ ജില്ലാ SYS-ഉം ഖാദി ഹൌസും രാജ്യത്തിന് മാതൃകയാവുകയാണെന്ന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രസ്താവിച്ചു. തൃശൂർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് സമീപം നിർമ്മിക്കുന്ന സ്വാന്തനം മഹൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദാരിദ്ര്യം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ്. അത് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ രാജ്യത്തെ ഒരു ഭരണകൂടത്തിനും കഴിയുന്നില്ല. ഇത് മനുഷ്യന് അധാർമികതയിലേക്കാണ് നയിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായ MKM കോയ മുസ്ലിയാരുടെ 7ാമത് ആണ്ട് നേർച്ചയും പണ്ഡിത ക്യാമ്പും ഈ മാസം 18, 19, 20 തീയതികളിൽ പെരുമുഖം കാളമ്പുറത്ത് വെച്ച് നടത്താൻ പ്രസിഡന്റ് UK മുഹമ്മദ് അലി ബാക്കവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന MKM സ്റ്റുഡന്റ്സ് അസോസിയേഷൻ യോഗം തീരുമാനിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി നാളെ മലപ്പുറം വാദി സലാമിൽ നടക്കേണ്ട ശില്പശാല ഈ മാസം 21 വെള്ളിയാഴ്ചയിലേക്കും കൊല്ലം YMCA ഹാളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്നത് 22 ശനിയാഴ്ചയിലേക്കും മാറ്റിവെച്ചു. താമരശ്ശേരി, പട്ടാമ്പി എന്നീ കേന്ദ്രങ്ങളിൽ നടക്കേണ്ടത് ഈ മാസം 23 ഞായറാഴ്ചയാണ് നടക്കുക. എന്നാൽ ഈ മാസം 16 ഞായറാഴ്ച നടക്കുന്ന തൃക്കരിപ്പൂർ, എറണാകുളം ശില്പശാലകൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ ചീഫ് മജീദ് കക്കാട് അറിയിച്ചു. ഖാദിസിയ വാർഷിക സനദ്ദാന സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സയ്യിദ് ഹാമിദ് കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കണ്ണനല്ലൂർ ബാഫഖി തങ്ങൾ മഖാം സിയാറത്തോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ വിവിധ സുന്നി സംഘടനാ നേതാക്കളും പ്രവർത്തകരും ഖാദിസിയ വിദ്യാർത്ഥികളും അണിനിരന്നു. 4 മണിക്ക് സയ്യിദ് സൈനുദ്ദീൻ ബാ അലവി തങ്ങൾ പതാക ഉയർത്തി. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന ഉദ്ഘാടന സമ്മേളനം മുൻ മന്ത്രി NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിങ്ങളുടെ ആത്മീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ 35ാമത് ഉറൂസ് നവംബർ 8, 9, 10, 11 തീയതികളിൽ മർക്കസുൽ മസാലിഹിൽ നടക്കും. പ്രഖ്യാപന കൺവെൻഷൻ 501 അംഗ പ്രവർത്തക സമിതിയെ തിരഞ്ഞെടുത്തു. സയ്യിദുമാരുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിലുള്ള ആത്മീയ സമ്മേളനം, പ്രഭുകരുടെ പ്രഭാഷണങ്ങൾ, സമാപന സമ്മേളനം, അനുസ്മരണ സദസ്സ് തുടങ്ങിയ വിവിധ പരിപാടികൾ നേർച്ചയുടെ ഭാഗമായി നടക്കും. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗം നാളെ രാവിലെ 10 മണിക്ക് കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേരുന്നതാണെന്ന് ജനറൽ സെക്രട്ടറി കട്ടിപ്പാറ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ അറിയിച്ചു. 2012 ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന മർക്കസ് വാർഷിക സമ്മേളനത്തിന്റെ ജില്ലാ പ്രചരണോദ്ഘാടനം സമ്മേളനങ്ങൾ ഈ മാസം 30-നകം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. ജില്ലാ സംഘാടക സമിതി ചെയർമാൻ, കൺവീനർമാരുടെ യോഗം സമ്മേളന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കി. മേഖലാ പഞ്ചായത്ത് സംഘാടക സമിതികളുടെ രൂപവൽക്കരണം ആരംഭിച്ചു. ജില്ലകളിലെ സമ്മേളന പ്രചാരണ പദ്ധതികൾ ജില്ലാ കൺവീനർമാർ വിശദീകരിച്ചു. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. C മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. VM കോയ മാസ്റ്റർ, TK അബ്ദുറഹ്മാൻ ബാക്കവി, MA നാസർ സഖാഫി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. RSC ഉണർത്തു സമ്മേളന വാർത്തകൾ. പുതുപ്രഭാതം വന്നിടും, ധർമ്മനാൾ പുലർന്നിടും, പുതുവസന്ത പുലരിയോളം വിശ്രമിക്കയില്ല നാം. ഉഷസ്സുദിക്കും ദിക്കുകൾ മുഴുക്കെ നാം മുഴക്കണം. SSF സിന്ദാബാദ്. ഉഷസ്സുദിക്കും ദിക്കുകൾ മുഴുക്കെ നാം മുഴക്കണം. SSF സിന്ദാബാദ്. പ്രലോഭനങ്ങളെ അതിജീവിക്കണമെന്ന സന്ദേശത്തിൽ GCCയിലെ തിരഞ്ഞെടുത്ത 500 കേന്ദ്രങ്ങളിലായി നടക്കുന്ന ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി റിസാല സ്റ്റഡി സർക്കിൾ RSC റിയാദ് സോൺ വിചാര സദസ്സ് സംഘടിപ്പിച്ചു. പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധികളും പരിഹാരങ്ങളുമായി റിയാദിലെ സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, വിദ്യാഭ്യാസ, ആതുര സേവന രംഗത്തെ പ്രമുഖരുടെ വിചാരങ്ങൾ പങ്കുവച്ച വിചാര സദസ്സ് പ്രവാസികളുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി അനുഭവപ്പെട്ടു. ചുറ്റുപാടുകൾ ഉയർത്തുന്ന പ്രലോഭനങ്ങളെ അതിജയിക്കാൻ കരുത്താർജിക്കുക വഴി പ്രവാസികൾക്ക് തികഞ്ഞ സാമ്പത്തികവും സാംസ്കാരികവുമായ അച്ചടക്കം ജീവിതത്തിൽ നേടിയെടുക്കാനാകുമെന്ന് സദസ്സ് അഭിപ്രായപ്പെട്ടു. നോർക്ക റോഡ്സ് സൗദി കൺസൾട്ടന്റ് ഷിഹാബ് കുട്ടുകാട് സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ വിവിധ തുറകളെ പ്രതിനിധീകരിച്ച് AP മുഹമ്മദ്, ഉബൈദ് എടവണ്ണ, ജയ്ഹിന്ദ് TV, നാസർ കാരന്തൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഡോക്ടർ അബ്ദുൽ അസീസ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്,
ഡോക്ടർ അബ്ദുസലാം കിങ് സൗദി യൂണിവേഴ്സിറ്റി, സക്കരിയ പരപ്പനങ്ങാടി, ഏജ് ഇന്ത്യ സാംസ്കാരിക വേദി, ഫിലിപ്പ് ജോർജ് സാമൂഹിക പ്രവർത്തകൻ, അബ്ദുസലാം വടകര ICF, ഷാജി ആലപ്പുഴ, മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക, അബ്ദുറഷീദ് ഖാസിമി, ഗൾഫ് തേജസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ICF സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ബഷീർ മാസ്റ്റർ നാദാപുരം ആങ്കറായി. പ്രമേയ ക്രീനോട്ട് ജാബിർ അലി പത്തനാപുരം അവതരിപ്പിച്ചു. കൺവീനർ ഷുക്കൂർ അലി ചെട്ടിപ്പടി സ്വാഗതവും ജോയിന്റ് കൺവീനർ അഹമ്മദ് കബീർ ചേളാരി നന്ദിയും പറഞ്ഞു. കുവൈത്തിൽ ICF കുർത്തുബ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന CM വലുല്ലാഹി അനുസ്മരണ പ്രഭാഷണവും മാസാന്ത ദിക്ർ മജ്ലിസും ഇന്ന് വൈകിട്ട് 6:30 കുവൈത്ത് സിറ്റിയിലെ ഷാലിമാർ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും. അലവി സഖാഫി തെഞ്ചേരി മുഖ്യ പ്രഭാഷണം നടത്തും. മുഹമ്മദ് റഫീഖ് അഹ്സനി സംബന്ധിക്കും. SSF സാഹിത്യോത്സവ വിശേഷങ്ങൾ. SSF നരിക്കുനി ഡിവിഷൻ സാഹിത്യോത്സവന് നാളെ തലയാട്ട് തുടക്കം കുറിക്കും. വൈകിട്ട് 6 മണിക്ക് പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. P. ഉസ്മാൻ അധ്യക്ഷത വഹിക്കും. പനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കുറുമ്പയിൽ അവാർഡ് വിതരണം നടത്തും. മുഹമ്മദ് അലി കിനാലൂർ സന്ദേശ പ്രഭാഷണം നടത്തും. സാഹിത്യോത്സവിൽ 9 സെക്ടറുകളിൽ നിന്നായി 500-ലധികം പ്രതിഭകൾ മാറ്റുരക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം C. മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിക്കും. PV അഹമ്മദ് കബീർ അനുമോദന പ്രഭാഷണം നടത്തും. SSF മലപ്പുറം ജില്ലാ സാഹിത്യോത്സവിനെ വരവേൽക്കാൻ തെനാളൂർ ഒരുക്കം തുടങ്ങി. ഈ മാസം 21 മുതൽ 23 വരെ നടക്കുന്ന സാഹിത്യോത്സവിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി നിർവഹിച്ചു. VTM തങ്ങൾ അഷ്റഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മായിൻകുട്ടി ബാക്കവി, ഷക്കീർ അഹ്സനി, നൌഷാദ് സഖാഫി, അയ്യൂബ് തെനാളൂർ, നൌഷാദ് ഒഴൂർ, സൈനുൽ ആബിദ് തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. പ്രമുഖ മാപ്പിള കവി വടക്കിണിയടത്ത് മുഹമ്മദ് കുട്ടി മുല്ലയുടെ ജന്മദേശമായ അരീക്കാട് ഉൾപ്പെടുന്ന തെനാളൂരിൽ 1.5 പതിറ്റാണ്ടിന് ശേഷം ഡിവിഷനിൽ വിരുന്നെത്തുന്ന ജില്ലാ സാഹിത്യോത്സവിനെ വരവേൽക്കാൻ വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കുന്നത്. സുന്നി സംഘടനകൾക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ നടക്കാനിരിക്കുന്ന സാഹിത്യോത്സവ നാടിന്റെ കലാസാംസ്കാരിക സംഗമമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡിവിഷനായ തിരൂർ ഡിവിഷനിൽ 2ാം തവണയാണ് ജില്ലാ സാഹിത്യോത്സവം നടക്കുന്നത്. ജില്ലാ സാഹിത്യോത്സവിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബാനറുകളും കൊടിത്തോരണങ്ങളും ഉയർന്നു കഴിഞ്ഞു. സ്വർണവില സർവകാല റെക്കോർഡിൽ പവന് 280 രൂപ വർദ്ധിച്ച് 24,160 രൂപയാണ് സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 3,020 രൂപയായി. ഓഹരി വിപണിയിലും മുന്നേറ്റം. സെൻസെക്സ് 300 പോയിന്റ് കൂടി 18,320-ലെത്തി. നിഫ്റ്റി 97 പോയിന്റ് കൂടി 5,530-ലെത്തി. വിവിധ കറൻസികളുടെ മൂല്യം ഇടിഞ്ഞതാണ് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായതെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാനും കേരള ജ്വല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MP മുഹമ്മദ് പറഞ്ഞു. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം കോഴിക്കോട് മായനാടിൽ നിന്നും ദേവർശോല അബ്ദുസലാം മുസ്ലിയാരുടെ പ്രഭാഷണം തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡീസലിന് 5 രൂപ കൂടി രാജ്യത്ത് വ്യാപക പ്രതിഷേധം. കേരളത്തിൽ 1 രൂപ 14 പൈസ കുറയും. വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ നാളെ ഹർത്താൽ. മെട്രോ കൊച്ചിയുടെ മുഖച്ഛായ മാറ്റുമെന്ന് പ്രധാനമന്ത്രി. എമർജിംഗ് കേരള സ്വാഗതാർഹമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പ്രവാചകനിന്ന അറബ് ലോകത്ത് വീണ്ടും അമേരിക്കൻ വിരുദ്ധം ആളിക്കത്തിക്കുമെന്ന് ആശങ്ക. മടവൂർ CM സെന്ററിനു നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. ദുബൈയിലെ ഫ്ളാറ്റുകളിൽ ഇലക്ട്രോണിക് അഗ്നിശമന സംവിധാനം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.